ചെയ്യണം എന്നുള്ളത് ധാരണയില്ലാതെ പോകുന്ന ഒരുപാട് പേരുണ്ട്. ആഹ് എന്നാൽ ഇതിന്റെ ഈ ഒരു പ്രോജക്റ്റിന്റെ വലിപ്പം ഒരുപക്ഷെ സ്വന്തം കേട്ട സമയത്ത് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ആരോട് കൊടുക്കണം, ആരോട് ഇത് പറയണം, എങ്ങനെ തുടങ്ങണം എന്ന് ആ ഒരു സ്ട്രക്കിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. എനിക്ക് അവരോടൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രത്യേകിച്ച് പുതിയ ആളുകളോടാണ്. പുതിയ ഒരുപാട് മെമ്പേഴ്സ് എല്ലാ ദിവസവും നമ്മളെ എംപവർ ഫാമിലിയിൽ വരുന്നുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് ഏതാണ്ട് 500 പേരോളം രാവിലെ സൂമിൽ കയറുന്നുണ്ടെങ്കിൽ പോലും പല ആളുകൾക്കും ഇന്ന് ഈ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ എംപവർ ഫാമിലിയുടെ സിസ്റ്റത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 7 AM കയറാതെ അല്ലെങ്കിൽ അതുപോലും അറിയാതെ ഇന്നും എംപവറിലുണ്ട് അല്ലെങ്കിൽ എംപവറിന്റെ ഭാഗമായിട്ട് കോയിൻഫോർജ് ചെയ്യുന്നുണ്ട് എന്നതിന്റെ അപ്പുറത്തേക്ക് ഇത് സിസ്റ്റത്തിന്റെ ഒരു ഭാഗത്തേക്ക് പോലും എത്താത്ത ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നത് അവരൊക്കെ തുടക്കം മുതൽ തന്നെ എംപവറിന്റെ സിസ്റ്റത്തിന്റെ ആക്കുക എന്ന് പറയുന്നത് ഏറ്റവും മിനിമലായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട 7 AM മുതൽ തുടങ്ങുക എന്നുള്ളതാണ്. സിസ്റ്റത്തിന്റെ ഭാഗമാക്കാതെ ആർക്കും തന്നെ ഒരു എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആവില്ല. കാരണം ഒട്ടുമിക്ക കേസിലും എനിക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന അല്ലെങ്കിൽ എനിക്ക് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഒരുപക്ഷെ മാർക്കറ്റിൽ നിന്നും മനസ്സിലാകുന്ന കുറെ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരാളോട് ഇത് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ വലിപ്പം ഒക്കെ പറഞ്ഞോ അല്ലെങ്കിൽ ഒരുപക്ഷെ ട്രസ്റ്റ് കൊടുത്തോ എംപവർ കഴിഞ്ഞ നാളുകളിൽ ചെയ്തതിന്റെ ഓവറോൾ റിസൾട്ട് കാണിച്ചോ ഒക്കെ തന്നെ നമ്മളെ കൂടെ ഒരാളെ കൂട്ടുന്ന സമയത്ത് അവർ കയറി വരുന്നത് വരെ കൊടുക്കുന്ന ഒരു ഫോക്കസ് അവരിലേക്ക് പിന്നീട് കൊടുക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ അവർക്ക് അങ്ങോട്ടേക്കുള്ള ജേണി ഭയങ്കര ഡിഫിക്കൽട്ടി ആവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ സിസ്റ്റത്തിന്റെ ഭാഗമാക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ ഒരാളോട് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു, വലിയ രീതിയിൽ ഈ പ്രൊജക്ടിന്റെ വലിപ്പമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ട്രസ്റ്റ് കൊടുത്ത് ഇത് നിന്നു പോകാത്ത പ്രോഗ്രാം ആണ് എന്നുള്ളതിന്റെ കാരണമൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ കൂട്ടുമ്പോൾ എൻ്റെ കൂടെ എന്നെ വിശ്വസിച്ച് വന്ന ഒരാൾക്ക് ഞാൻ അടിസ്ഥാനപരമായിട്ട് കൊടുക്കേണ്ട ഒരു സപ്പോർട്ട് ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള തുടക്ക യാത്രയിൽ തന്നെ അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ ഒരു പക്ഷേ കഴിഞ്ഞ നാളുകളിൽ പല പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ നമ്മളുടെ വായനകളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ റിസർച്ചിന്റെ ഭാഗമായിട്ടോ പല കാര്യങ്ങൾ അറിഞ്ഞത് കൊണ്ടായിരിക്കാം നമ്മൾ ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ കൂടെ വന്ന എംപവർ ഫാമിലിയിലേക്ക് വന്ന ഓരോ ആളുകൾക്കും ഈ സിസ്റ്റത്തിന്റെ വലിപ്പം, ഈ സിസ്റ്റത്തിൽ നിന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് ഓരോ ആളുകളോട് പറയുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെങ്കിലും അവർക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതൊക്കെ അറ്റൻഡ് ചെയ്യാനുമുള്ള ഒരു ധൈര്യം കൊടുക്കുക. അല്ലെങ്കിൽ അത് പറയാൻ ഒരുപക്ഷെ ഒരു ഒട്ടുമിക്ക ആളുകൾക്കും പ്രയാസമുണ്ടെങ്കിൽ പോലും ഏതൊരാളോടും നമ്മൾ പറയാൻ ശ്രമിക്കുമ്പോൾ പല ആളുകളും അതിന് തിരിച്ചു പറയും. അല്ലെങ്കിൽ അവര് ഒരുപക്ഷെ ഇതുപോലെ ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ പാസ് ചെയ്ത് പോയിട്ട് അതിന്റെ കാശ് കളഞ്ഞവരോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കാമിൽ പെട്ടവരൊക്കെ ആയിരിക്കാം. കാരണം നമുക്ക് നമ്മൾ സറൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഇൻഡസ്ട്രി വരുന്ന സമയത്തും ആ ഇൻഡസ്ട്രിയിൽ സ്കാം ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. എസ്പെഷ്യലി ക്രിപ്റ്റോ ഇൻഡസ്ട്രി നോക്കുന്ന സമയത്ത് ക്രിപ്റ്റോ ബേസ്ഡ് ഇൻഡസ്ട്രി, ക്രിപ്റ്റോ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയപ്പാട് കിട്ടുന്ന രീതിയിലേക്ക് ക്രിപ്റ്റോയെ വളരെ പേടിയോട് നോക്കി കാണുന്ന രീതിയിലേക്ക് ക്രിപ്റ്റോയെ ആക്കിയെടുത്തിട്ടുണ്ട്. അത്ര തന്നെ പല ആളുകളും ഇതിനെ സ്കാമായിട്ട് പല രീതിയിലും ആളുകളുടെ കാശ് എടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കാശ് പറ്റിക്കുന്ന രീതിയിലേക്കുള്ള പ്രോജക്റ്റുകളും ഒരുപാട് വന്നു പോയിട്ടുണ്ട്. അവിടെ വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് നിന്ന് പോവാത്ത അല്ലെങ്കിൽ നിലച്ചു പോയത് കൊണ്ട് ആ ഒരു പ്രോജക്റ്റ് ഇല്ലാതായെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നഷ്ടപ്പെട്ടു പോയെന്നോ പറയുന്ന ഒരു സാഹചര്യം എംപവർ ചെയ്ത പ്രോഗ്രാമുകളിലൊന്നും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മളെ മാർക്കറ്റിൽ വ്യത്യസ്തമായിട്ട് നോക്കി കാണുന്ന രീതിയിലേക്ക് ആ രീതിയിലേക്ക് ആയിരിക്കുന്നത് അല്ലെങ്കിൽ ആ സിറ്റുവേഷനിലേക്ക് എംപവർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിങ്ങൾ ക്രിപ്റ്റോ ബേസ്ഡ് ഏത് പ്രൊജക്റ്റ് എടുത്തു നോക്കിയാലും ഒരു ധാരണയും ഇല്ലാതെ ഈ പറഞ്ഞ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റിനൊക്കെ ബേസ് ചെയ്തിട്ട് പല ആളുകളും, പ്രത്യേകിച്ചും ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതലും ആക്റ്റീവായിട്ട് നിൽക്കുന്നതിനേക്കാളും ഒരു ഇനാക്റ്റീവായിട്ട് നിന്നുകൊണ്ട് കൊടുക്കുന്ന കാശിന് എന്തെങ്കിലും കിട്ടുക എന്നുള്ള ആ ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് പല ആളുകളും ഇങ്ങനെയുള്ള സംവിധാനങ്ങളിൽ പോയി പെടുന്നതും അല്ലെങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ തന്നെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയും തന്നെ വെറുതെ നിന്നിട്ട് ഒരു സക്സസ് ബിൽഡ് ചെയ്യുന്ന ഒരു സാഹചര്യമില്ല. വെറുതെ ഇരുന്നത് കൊണ്ട് ഒരു സക്സസ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യമുള്ള ഒരു സിസ്റ്റം അല്ല ഇത്. അതുകൊണ്ട് തന്നെയാണ് ഇത് നിലനിൽക്കുന്നതും.
അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ വലിയ നാളുകൾ പോവാതെ തന്നെ അത് നിന്ന് പോകുന്ന സാഹചര്യം വരും. കാരണം റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫർ ചെയ്യുക അല്ലെങ്കിൽ കോമ്പൗണ്ട് പ്രോഫിറ്റ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അതെല്ലാം ഇന്നേ വരെ സക്സസ് ക്രിയേറ്റ് ചെയ്യാത്ത ഒരു സംവിധാനങ്ങളാണ്. ഇതൊക്കെ പല ആളുകളും വലിയ വലിയ കുത്തക രീതിയിലൊക്കെ വലിയ മുൻകാലങ്ങളിലൊക്കെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന വലിയ ലീഡേഴ്സൊക്കെ ഇതിലൊക്കെ പെട്ടിട്ട് ഒരുപാട് പാവങ്ങളെ പെട്ടിട്ട് കാശ് പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്രിപ്റ്റോ ഇൻഡസ്ട്രിയും അല്ലെങ്കിൽ ക്രിപ്റ്റോയെ ഡീസെൻട്രലൈസ്ഡ് എന്നൊക്കെ പറഞ്ഞോ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന്റെ സപ്പോർട്ടോട് കൂട്ടൊക്കെ പല ചീറ്റിംഗ് കേസുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധി വരെ പുതുതായിട്ട് വന്ന ആളുകളിലേക്ക്, ഞാൻ ബാക്ക് ടു ആ സെയിം പോയിന്റിലേക്ക് വരികയാണ്. പുതുതായിട്ട് വരുന്ന ആളുകളോട് പ്രത്യേകിച്ചും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് പഠിക്കാൻ ശ്രമിക്കുക. പഠിച്ച് കഴിഞ്ഞ് ഈ ഒരു സിസ്റ്റം ചെയ്യുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല. കാരണം ഇതിന്റെ ഓരോ ദിവസം നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ഇതിന്റെ സെക്യൂരിറ്റി എന്താണെന്നും ഇതിന്റെ പ്രോസസ്സ് എന്താണെന്നുള്ളതും ഇതിലൂടെ എങ്ങനെയാണ് നമ്മൾക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ഗ്രാജുവലി അത് പഠിക്കാൻ പറ്റും. അത് ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ ഓരോ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മിക്ക ആളുകളുടെയും ഒരു ബേസിക് എന്ന് പറയുന്നത് ഇത് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പരിചയമുള്ള എന്താ പറയാ, നമ്മൾക്ക് കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ഒരാളോട് തുറന്നു പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരാളോട് പറയാൻ പറ്റുന്ന ഒത്തിരി മുഖങ്ങൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ഓർമ്മയിൽ വരികയും ചെയ്യും. നമ്മളത് അവരോട് അത് പെട്ടെന്ന് തന്നെ അത് അറിയിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതൊരു പക്ഷെ ഒരു കോളിലായിരിക്കാം അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടാവാം, എന്തുമാവാം. പക്ഷെ ഈ പുതിയൊരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ എന്താണെന്നോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണെന്നോ പബ്ലിക് ബ്ലോക്ക് ചെയിൻ എന്താണെന്നോ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ എന്താണെന്നോ ക്രിപ്റ്റോ ബേസ്ഡ് പ്രോഗ്രാമുകളിൽ എത്രത്തോളം ട്രസ്റ്റ് കൊടുക്കാൻ പറ്റുന്നൊന്നും ധാരണയില്ലാത്ത ആളുകളായിരിക്കും. ഒരുപക്ഷെ ഇൻഡസ്ട്രിയെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത ആളോടായിരിക്കും നമ്മൾ പറയുന്നത്. അവർ ഒറ്റയടിക്ക് മറുപടി ഒരുപക്ഷെ പറയുന്നത് അവര് പെട്ടുപോയ അല്ലെങ്കിൽ അവർക്കൊക്കെ നേരത്തെ നഷ്ടം വന്നിരിക്കുന്ന പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഒരു എക്സ്പീരിയൻസിനോ ബേസ് ചെയ്തിട്ട് നമ്മളോട് ഇമ്മീഡിയറ്റ് ആയിട്ട് മറുപടി പറയില്ല, ഞാനില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ നമ്മളോട് ഒരാൾ താല്പര്യമില്ല എന്ന് പറയുന്ന സാഹചര്യം, ഫസ്റ്റ് ഓഫ് ഓൾ തുടക്കക്കാരായ ആളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഇതിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിയാതെ ഒരാളോട് പറയാൻ ശ്രമിക്കരുത്. നിങ്ങൾ ആരാണോ ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാക്കിയത് അവരുടെ സപ്പോർട്ട് എടുത്തുകൊണ്ടല്ലാതെ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പോയിട്ട് പറയുന്ന സാഹചര്യം ഉണ്ടായത്. കാരണം നിങ്ങൾക്ക് ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടെങ്കിൽ അതേ വ്യക്തിയുടെ തന്നെ സപ്പോർട്ട് എടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇനീഷ്യൽ ദിവസങ്ങൾ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അവിടെ അങ്ങനെ അല്ലാത്ത സാഹചര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ ഈ പറഞ്ഞ നമ്മളുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളോടോ അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ആളുകളോടോ നമ്മുടെ നാട്ടിലുള്ള നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഇത് പറയുമ്പോൾ അവരതിനെ എതിർത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ട്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് ആ ഒരു ഫീൽ എന്ന് പറയുന്നത്, നമ്മൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ ഒരു പ്രോജക്റ്റിലേക്ക് കയറി വരികയും നമ്മൾ ഒരുപാട് ഈ സംവിധാനത്തെ കുറിച്ചൊക്കെ കേട്ടപ്പോൾ അല്ലെങ്കിൽ ഇതിൽ കയറി നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കും എന്ന് എവിടെയോ ഒരു വലിയ പ്രതീക്ഷ അർപ്പിച്ച ഒരാളെടുത്തുനിന്ന് ഇങ്ങനെയുള്ള ഒരു മറുപടി കേൾക്കുമ്പോൾ നമ്മളോടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് ഞാൻ പറയാം അല്ലെങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി അതിനൊരു പക്ഷെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ കൂടെ നിൽക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഒരു പക്ഷെ അർത്ഥം മുറിച്ച് ഇല്ല ഇനി ഞാൻ ചെയ്യില്ല, അല്ലെങ്കിൽ നീ വെറുതെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട, അതുപോലെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്കാമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നെഗറ്റീവ് ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടിയ ഈ ഓപ്പർച്യൂണിറ്റി, നമ്മൾ കയറി നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു പോസിറ്റീവ്നെസ് എല്ലാം തന്നെ താഴെ പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഞാൻ യഥാർത്ഥത്തിൽ ഈ സിസ്റ്റത്തിലേക്ക് വന്നപ്പോഴും എന്നെ അറിയുന്ന ആളുകൾക്ക് അറിയായിരിക്കും, ഞാൻ ഈ സംവിധാനത്തിലേക്ക് കയറി വന്നപ്പോൾ ഞാനും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ആദ്യം ആലോചിച്ചതും ചിന്തിച്ചതും. എനിക്ക് നാടുമായിട്ട് വലിയ രീതിയിൽ കണക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ അത്രത്തോളം നാളുകൾ ഞാൻ പുറത്തായിരുന്നു. മീൻസ് ഒരു 10-16 വർഷത്തോളം ഞാൻ പുറത്തുള്ള ഒരാൾ. ഞാൻ നാട്ടിൽ വന്നപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വെക്കേഷനുകളിൽ വന്ന സമയങ്ങളിലുള്ള ബന്ധങ്ങളാണ് എൻ്റെ മുന്നിലുള്ള ആളുകൾ, എൻ്റെ നാട്ടുകാരെന്ന് പറയുന്നത്. അതിലെല്ലാത്തിലുപരി എൻ്റെ ചെറിയ പ്രായം മുതൽ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്ന ചട്ടി ദോസ്തുക്കളായിട്ടുള്ള ഈ ഒരു 7-8 ആളുകൾ ഒഴിച്ചാൽ ബാക്കിയുള്ള ആളുകളൊക്കെ ഹായ് ബൈ ബന്ധമാണ്. അല്ലാത്തപ്പോൾ നമ്മൾ നാട്ടിൽ വെക്കേഷന് വരുന്നു, തിരിച്ചു പോകുന്നു. മാസത്തിൽ 8 മാസമോ 10 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരിക്കലോ നാട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ കാണുന്ന മുഖങ്ങളല്ലാതെ ഇവരായിട്ടൊന്നും ഡീപ്പ് ബന്ധങ്ങളൊന്നും ഇല്ലതാനും. അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ നമസ്കരിക്കാൻ പോകുമ്പം റെഗുലറായിട്ട് കാണുന്ന ആളുകൾ, അല്ലെങ്കിൽ നാട്ടിൽ ഇന്ന ആളുടെ മകനാണ് ഞാൻ, അല്ലെങ്കിൽ
ഞാൻ ഇന്ന വീട്ടിലുള്ള ആളാണ്, ചെറുപ്പത്തിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ആളാണെന്നുള്ളത് പറയുന്നത് പോലെ. അതിനപ്പുറത്തേക്ക് ഞാൻ ചിന്തിച്ചത് എൻ്റെ ഈ പറഞ്ഞ ചഡ്ഡി ദോസ്തുകളായിട്ടുള്ള ആളുകളോട് പറഞ്ഞു തുടങ്ങാം. അവരെന്റെ കൂടെ നിൽക്കുമല്ലോ. എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി അല്ലേ. എൻ്റെ ഓപ്പർച്യൂണിറ്റിയും എന്നെ അറിയുന്ന ആളുകൾ ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ നിൽക്കില്ലേ എന്നുള്ളൊരു വിശ്വാസം അട്ടിമുട്ടി തകർന്നു പോയത് ഞാൻ ആദ്യമായിട്ട് ഇവരോട് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ഇവിടെ നാട്ടിൽ മുഴുവൻ സ്കാമാണ്, നീ ഇതിലൊന്നും പെടണ്ടെന്ന്. എൻ്റെ പ്ലാൻ എന്താണോ അതുമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, വെറുതെ സമയമോ കാശോ ഇതിനുവേണ്ടി കളഞ്ഞിട്ട് ബുദ്ധിമുട്ടരുത് എന്ന് ഓർമ്മപ്പെടുത്തിയെടുത്തെന്നും ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്, ഞാനിതിൽ കയറി നിൽക്കാൻ കാരണമായതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിസ്റ്റം എത്രത്തോളം സെക്യൂർ ആണെന്നും ഞാനിത് ചെയ്തത് കൊണ്ട് എൻ്റെ വീട്ടിൽ ഒരാളും ചോദിച്ചു വരാൻ സാധ്യതയില്ലെന്നും ആകെ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കൂടെ നിൽക്കുന്ന ആളുകളെ ഞാൻ എങ്ങനെ സക്സസ് ആവുന്നു അതുപോലെ തന്നെ അവരും കൂടി സക്സസ് ആവാനുള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിൻ വിൻ മൈൻഡ് സെറ്റ് എനിക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. അവിടെ ഒരു പക്ഷേ തുടക്കത്തിൽ ഓരോ സ്റ്റെപ്പും നമുക്ക് ഇതുപോലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാം. ഞാൻ അപ്പോഴും ആലോചിച്ചത് ഈ സിസ്റ്റം കിട്ടി, ഞാൻ വളരെ വലിയ പ്രതീക്ഷ അർപ്പിച്ച് ഇവരോട് പറഞ്ഞപ്പോൾ ഇവരതിന് നെഗറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പ് പറഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് പിന്മാറിയിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ എംപവറിൽ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇതിനെ ഭയന്ന് ഞാൻ മറ്റൊരു വേറെ ഏതെങ്കിലും ഞാൻ അന്ന് ഉദ്ദേശിച്ച ഒരു ഇൻഡസ്ട്രിയിലേക്ക് മാറിപ്പോവുകയോ ചെയ്തേനെ. പക്ഷെ ഇന്ന് ചിന്തിക്കുകയാണെങ്കിൽ വളരെ സമാധാനത്തോടു കൂട്ടും സന്തോഷത്തോടു കൂടിയിട്ടും ഈ ഒരു സിസ്റ്റത്തിൽ ഈ ഫാമിലിയുടെ ഭാഗമായിട്ട് വലിയ രീതിയിൽ സക്സസ് ക്രിയേറ്റ് ചെയ്തോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്കിതൊന്ന് നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള ഒരു തോട്ട് എനിക്കുണ്ട്. എപ്പോഴും നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ. നമ്മളെ ആഗ്രഹങ്ങളെയും നമ്മൾ എലിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എവിടെയാണോ ആഗ്രഹിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് അടുത്തൊരു സ്റ്റെപ്പും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മുന്നോട്ടൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ആഗ്രഹത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. നമ്മുടെ ഫിനാൻഷ്യലി നമ്മൾ ഗ്രോ ആകുന്ന സമയങ്ങളിൽ നമുക്കുണ്ടാകുന്ന സാധാരണ മനുഷ്യരുണ്ടാകുന്ന സാഹചര്യം പോലെ തന്നെ. അങ്ങനെ എൻ്റെ ആ 2 സുഹൃത്തുക്കൾ പറഞ്ഞതിന്റെ പുറത്ത് ഞാൻ മാറിയിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ ഈ ഒരു സംവിധാനത്തിൽ ഉണ്ടാകുകയില്ല. ആ ഒരു ഭയപ്പാടോടുകൂടി ഞാൻ മാറി നിന്നേനെ. അപ്പം മനസ്സിലാക്കേണ്ടത് ഞാൻ തുടക്കത്തിലെ ഇതിനെ മനസ്സിലാക്കിയ രീതിയും ബേസിക് ആയിട്ട് ഞാൻ ഇതിന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ പറഞ്ഞത് ഇതിനൊരു പ്രത്യേക എഡ്യൂക്കേഷൻ ഉള്ള ആളുകൾക്കോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടോ നമ്മുടെ ഏജ് ഒന്നും ഒരു കാരണമല്ല നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകൾ പലപ്പോഴും പല ആളുകൾക്കും പറ്റുന്ന അബദ്ധവും ഇതൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ പറഞ്ഞ ആളുകൾ പറഞ്ഞു തന്ന രീതിയെ അത് അപ്പടി നമ്മൾ ആസ് ഇറ്റ് ഈസ് അതേപോലെ തന്നെ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നതൊക്കെയാണ് ഇതിന് പലപ്പോഴും ഒരു എന്താ പറയാ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് എത്താതെ അത് പാളിപ്പോകുന്നതിന്റെ ഒക്കെ പല കാരണങ്ങളും. കാരണം നമ്മൾ ഒരിക്കലും ഈ സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് ഭാഗം, അതായത് നമ്മൾ പറയാറുണ്ട് ഡീസെൻട്രലൈസ്ഡ് ആണ്, ക്രിപ്റ്റോ ആണ്, ബ്ലോക്ക് ചെയിൻ ആണ്, സ്മാർട്ട് കോൺട്രാക്ട് ആണ്, ഇതൊന്നും ഇതിന്റെ എല്ലാം ഡെപ്ത് കീറി മുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് 99.9% ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആളുകളാണ്. അവർക്ക് നമുക്ക് ആകെ കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒരു വിശ്വാസം ഇതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ സംവിധാനം നിന്നു പോകില്ല എന്ന് പരിപൂർണമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കാതെ പോകരുത്. പഠിച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കിയിട്ട് യഥാർത്ഥത്തിൽ ഈ സംവിധാനം ഡീസെൻട്രലൈസ്ഡ് ക്രിപ്റ്റോ പ്രോജക്റ്റുകൾ നിന്നു പോകില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ ഒരാളോട് പറയുന്നതെങ്കിൽ അവർ പറയുന്ന പല ചോദ്യങ്ങൾക്കും നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉത്തരങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിനൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇത് ഈ സിസ്റ്റത്തിന്റെ സ്ട്രെങ്ത്തും സെക്യൂരിറ്റിയും എത്രത്തോളം ആണെന്നുള്ള കാര്യത്തിൽ. സോ തുടക്കക്കാർ ഒരിക്കലും തന്നെ സപ്പോർട്ട് ഇല്ലാതെ ഒരാളെ കാണാൻ ശ്രമിക്കുന്നതിനെ കഴിയുന്നതും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആമുഖമായിട്ട് ഇതിന് തുടക്കക്കാരോട് എനിക്ക് പറയാനുള്ളത്. ഒന്ന്. രണ്ടാമത്തത്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെങ്കിലും മൊബൈലിൽ നമുക്ക് ChatGPT അല്ലെങ്കിൽ ഗൂഗിൾ പോലുള്ള സർവീസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതിൻ്റെയൊക്കെ ഒരു ചെറിയ ചെറിയ രീതിയിലൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ സമയം നമ്മൾ എവിടെ ചെലവാക്കുന്നുവോ അതാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നിടത്താണോ ചെലവാക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. നമ്മളിപ്പോ ഒരു റീൽസ് കണ്ടിട്ടോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് കണ്ടിട്ടോ എന്തോ ഒരു സമയം നമുക്ക് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയ ഈ ഒരു സിസ്റ്റം അത് നമുക്ക് സക്സസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു സമയം ചെലവാക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ഒരാളെ കാണാൻ പോകുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ടുവന്ന ആള് പറയുന്ന വാക്കുകൾക്ക് അപ്പുറത്തേക്ക് നിങ്ങളായിട്ട് എന്തെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഓട്ടോ കോൺഫിഡൻസ് ഉണ്ട്. ഇതിനെ പല ആളുകളും മുടക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാറി നിന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞ സമയത്ത് ഇത് ചെയ്യണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് മാർക്കറ്റിൽ സ്കാം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊരു ഞാൻ ഭയത്തോടെയാണ് കണ്ടിരുന്നുവെങ്കിൽ
ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചില്ലായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഈ ട്രസ്റ്റ് എനിക്ക് അവിടെ ലോസ് ആയിരുന്നു എങ്കിൽ, ഇന്ന് എന്താണോ എനിക്ക് ഇവിടുന്ന് ഉണ്ടാക്കാൻ പറ്റുക അതൊന്നും ഒരു പക്ഷെ ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വർഷങ്ങളോളം ജോലി ചെയ്തിട്ടുണ്ട്. അതിന് പലപ്പോഴായിട്ട് ഞാൻ ബിസിനസിന്റെ പല ഭാഗങ്ങളും ടച്ച് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിതം മുന്നോട്ട് പോയ കഴിഞ്ഞ ഒരു 4-5 വർഷം ആണെന്ന് എനിക്ക് അടിവരയിട്ട് പറയാൻ പറ്റും. കാരണം നമുക്ക് അവിടെ നമ്മുടേതായ രീതിയിൽ നമ്മുടേതായ ഫോക്കസും നമ്മുടേതായ രീതിയിൽ ആഗ്രഹങ്ങളും നമ്മുടേതായ ഗോളും ഉണ്ടെങ്കിൽ അത് എത്ര വലുതാണെങ്കിലും അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ ആകെ തുക മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഇത് നിന്ന് പോകില്ല എന്നുള്ള ബോധ്യം നമുക്ക് ആദ്യം ഉണ്ടാകുക എന്നുള്ളതാണ്. അത് പബ്ലിക് ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് വേണമെങ്കിലൊക്കെ പഠിക്കാൻ ശ്രമിക്കാം. ഇനി നമുക്ക് പറ്റുന്നതല്ല ഈ വായനയും പഠനവും എന്നുള്ളത് തോന്നുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് പറഞ്ഞു തരുന്ന ആളുകളോട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് എന്തുകൊണ്ടാണ് അത് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്, എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത് നിന്ന് പോകാത്തത് തന്നെയല്ലേ, ഇങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്താൽ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ മറ്റാളുകളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ധൈര്യം ഉണ്ടാവും അത് പറഞ്ഞു കൊടുക്കാൻ. ആ സമയങ്ങളിൽ നിങ്ങൾ മുടക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത് ചെയ്യണ്ട എന്ന് പറയുന്ന ആളുകളുടെ മുന്നിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. അവർക്കൊരു പക്ഷേ ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത് അവരുടെ അറിവില്ലായ്മയായിരിക്കാം. അല്ലെങ്കിൽ ഈ സിസ്റ്റം എത്രത്തോളം അവർക്ക് ഗുണം ചെയ്യുന്നതാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു ധരിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്തതായിരിക്കാം. അതിന്റെ അർത്ഥം പ്രോജക്റ്റ് മോശമാണെന്നല്ല, സിസ്റ്റം മോശമാണെന്നല്ല, സിസ്റ്റത്തിന് സെക്യൂരിറ്റി ഇല്ല എന്നല്ല. പല ആളുകളും പറയാറുണ്ട് വെറുതെ പറയുന്നതാണ് നിന്ന് പോകില്ല എന്നൊക്കെ. ഇങ്ങനെ പലതും പറഞ്ഞതും സമയം കഴിയുമ്പോൾ നിന്ന് പോകാറുണ്ടെന്ന്. നിന്ന് പോകില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ബേസിക് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. സോ ഇതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരാളോട് പറയുമ്പോഴും ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ പറഞ്ഞ കീറി മുറിച്ചുള്ള എക്സ്പ്ലനേഷനൊക്കെ പോകരുത്. നമുക്ക് ആകെ തുക പറഞ്ഞു കൊടുക്കാനുള്ളത് ഇതിന്റെ ഡീസെൻട്രലൈസേഷൻ എന്താണെന്നോ അല്ലെങ്കിൽ ഇതൊരു പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡെവലപ്പർക്ക് പോലും ഇതിനെ നിർത്താനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ള കാര്യം അടിവരയിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പല ആളുകളും ചിന്തിക്കാറുണ്ട് ഇത് നിന്ന് പോകാത്ത പ്രോജക്റ്റ് അല്ലേ, നിന്ന് പോകാത്ത പ്രോഗ്രാം അല്ലേ, എപ്പോഴെങ്കിലും ഒക്കെ സമയമെടുത്ത് ചെയ്താൽ മതിയല്ലോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ സമയത്തെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുവോ, നമ്മുടെ സമയം നമ്മൾ എവിടെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മൾ തീരുമാനിക്കുന്നുവോ അവിടെയാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരുപാടെന്നല്ല മിക്ക ആളുകളുടെയും ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്തടത്ത് നമ്മൾ ക്വാളിറ്റി സമയം കൊണ്ട് കളയും. ആവശ്യമുള്ളിടത്ത് നമ്മൾ അവിടെ നിന്ന് ശ്രദ്ധിക്കില്ല. നമുക്ക് അതായത് ഒരു അശ്രദ്ധാപൂർവം പോകുന്ന സമയങ്ങളാണ്, അശ്രദ്ധാപൂർവം നഷ്ടപ്പെടുന്ന സമയങ്ങളാണ്. ഇതിൽ നിന്ന് യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് സമയവും, രണ്ടാമത്തത് കിട്ടുന്ന വരുമാനത്തിനെ പ്രോപ്പറായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനും പഠിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള MLM-ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ജോലിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് എന്ത് തന്നെ ആണെങ്കിലും നിലവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ നിലവിൽ ആളുകൾ ഇതിന് കൊടുക്കുന്ന ഫോക്കസ് കാരണം കിട്ടുന്ന റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ റിസൾട്ട് കിട്ടുന്ന ഒരു സംവിധാനം കാണിച്ചു തരാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ പലപ്പോഴും പല സദസ്സിലിരുന്നിട്ടും ഞാൻ ചലഞ്ച് ചെയ്യാറുണ്ട്. പല ആളുകളും ബിസിനസ് ചെയ്യുന്നുണ്ട്, ഓരോ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബിസിനസിന്റെ ഭാഗമായിട്ട് ഓടി വലിയ പ്രതീക്ഷ, ഭാവിയും പ്രതീക്ഷിച്ചിട്ട് ആ ഒരു ബിസിനസിനെ ഫോക്കസ് ചെയ്ത് ബിസിനസിന് വേണ്ടി മാത്രം അഹോരാത്രം സമയം കളഞ്ഞ് അതിന് പിന്നാലെ പോകുമ്പോഴും അതിന് എന്ത് റിസൾട്ടാണ് കിട്ടുന്നത് എന്നുള്ളത് അത് അനലൈസ് ചെയ്യാതെ പോകുന്ന ആളുകളുണ്ട്. ജോലി ചെയ്യുന്ന ആളുകൾ രാവിലെ തന്നെ എന്ത് തന്നെ ആണെങ്കിലും ആ ഒരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ ജോലിക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ സമയത്തിന് കൊടുക്കുന്ന പ്രാധാന്യം, അല്ലെങ്കിൽ മുതലാളി നമ്മളോട് പറഞ്ഞിരിക്കുന്ന സമയം, ബോസ് നമ്മളോട് എത്താൻ പറഞ്ഞിരിക്കുന്ന സമയം, ഓഫീസിൽ എത്തേണ്ട സമയം, ഇതിന് നമ്മൾ കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് സാലറി ആയിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുമ്പം ആ സാലറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ട് അല്ലേ. മോസ്റ്റ്ലി 9 മണി മുതൽ 5 മണി വരെ ഒരു ഓഫീസ് അവേഴ്സ് ആണെങ്കിൽ അധികവും അങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ 10 മണി മുതൽ 5 മണി വരെയുള്ള സമയം, ഇതിന്റെ ഇടയിൽ 1 മണിക്കൂർ ബ്രേക്ക്. ഇതൊരു ക്ലോക്ക് വൈസ് ലൈഫ് പോലെ നമ്മൾ അടിച്ചേൽപ്പിച്ചതോ ഏറ്റെടുത്തതോ ആയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സമയം, ക്വാളിറ്റി സമയം കളയുമ്പോൾ അവിടെ ആ കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ബെറ്റർ ആണോ കോയിൻഫോർജിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് കോയിൻഫോർജ് അല്ല ബെറ്റർ, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ അവിടെ ഫോക്കസ് കൊടുക്കുക. കോയിൻഫോർജിനല്ല ഫോക്കസ് കൊടുക്കേണ്ടത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എവിടെയാണോ സക്സസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് അവിടെയാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. ആരെങ്കിലും അടിച്ചേൽപ്പിച്ചതിന്റെ പുറത്തല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, യഥാർത്ഥത്തിൽ അനലൈസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന വരുമാനവും നമ്മുടെ ആവശ്യവും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സിറ്റുവേഷനും നമുക്കുണ്ടായ ഫിനാൻഷ്യൽ പ്രോബ്ലവും എല്ലാം ഓവർകം ചെയ്യാൻ പറ്റുന്നതാണോ എനിക്ക് കിട്ടുന്ന സാലറി,
അല്ലെങ്കിൽ ഞാൻ അതിന് കൊടുക്കുന്ന സമയം ഇതിന് കൊടുക്കുകയാണെങ്കിൽ ഇതിന്ന് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇന്ന് എന്താ ഉണ്ടാക്കാൻ പറ്റുന്നത്, എന്താണ് എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നുള്ളത് ബോധ്യമുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കോയിൻ ഫോർജിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫോക്കസ് ഉണ്ട്. അവിടെയാണ് നമുക്ക് സക്സസ് തുടങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെയാണ് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഒന്നിന്റെ ഭാഗമാവാൻ പറ്റുള്ളൂ. വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട്, ഫിക്സഡ് ആയിട്ട് സാലറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഫോക്കസ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അതായത് രാവിലെ ഇത്ര സമയം മുതൽ വൈകിട്ട് ഇത്ര സമയം വരെ. അവിടെ നമ്മൾ നമ്മുടെ എന്താ പറയുക, ഏറ്റവും ക്വാളിറ്റി സമയം, പകൽ സമയം, ഉണർന്നിരിക്കുന്ന സമയം, അത് നമ്മൾ ഒരു ജോലിയുടെ ഭാഗമായിട്ട് നിന്ന് പോകുമ്പോൾ അവിടെ കിട്ടുന്ന സാലറിയും നിങ്ങൾ കൊടുക്കുന്ന സമയവും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തോ ആവട്ടെ, ഒരുപക്ഷെ നമ്മൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ പലപ്പോഴായിട്ട് വളരെ താഴേക്കടയിൽ നിന്ന് ചെറിയ ചെറിയ ജോലി ചെയ്തുകൊണ്ട് ആ കമ്പനിയുടെ വലിയ വലിയ പൊസിഷനിലേക്ക് എത്തുന്ന ആളുകൾ ഉണ്ടാവും. അതൊക്കെ എക്സ്പീരിയൻസ് ആണ്, പഠിച്ചതിനെക്കാളും അപ്പുറത്തേക്കാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ കറന്റ് സിറ്റുവേഷനെ, പ്രോബ്ലങ്ങളെ, ആവശ്യങ്ങളെ ഇതൊരു സൊല്യൂഷൻ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ പിന്നെ കോയിൻ ഫോർജിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം നിർബന്ധമുള്ള കാര്യമില്ല. കാരണം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിൽ നിന്ന്, കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംവിധാനത്തിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഹാപ്പി ആണെങ്കിൽ പിന്നെ മറ്റുള്ള വരുമാനങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു എക്സ്ട്രാ ഇൻകം ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു വരുമാനമാണ്. അത് നിങ്ങൾ കോയിൻ ഫോർജിൽ കയറുന്നാൽ ഒരു പക്ഷേ ഇൻഫ്ലോയിൽ അതിന്റെ ഗോയിങ് വിത്ത് ഫ്ലോ എന്ന് പറയുന്ന പോലെ തന്നെ അത് മുന്നോട്ട് പോകുമ്പം സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന സമയങ്ങൾക്ക് ആരോടെങ്കിലും ഒക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ പോകുമ്പോൾ അതിന്റെ അതായത് കൂടുതൽ എഫേർട്ട് ഇടാത്ത രീതിയിലേക്കുള്ള ഒരു ഇൻകം എടുക്കുന്ന അല്ലെങ്കിൽ റിസൾട്ട് എടുക്കുന്ന രീതിയിലേക്കാവും. അല്ല എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആകുന്നില്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കോയിൻ ഫോർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഇവിടെ എന്തിനാണ് സമയം ഞാൻ കൊടുക്കേണ്ടതെന്ന് ആലോചിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെറുതെ കളയുന്ന സമയങ്ങൾ, അതൊക്കെ സംഭവിക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം ഉള്ള സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ നമ്മുടെ അടുത്തൊരു ഗോൾ ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷനാണ് ഒട്ടുമിക്ക കേസിലും. എന്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്നുള്ളത് ബോധ്യത്തോട് കൂടിയിട്ട് പോവുകയാണെങ്കിൽ അത് റിസൾട്ടിലേക്ക് എത്തും. ഞാൻ പറയുന്നത് മനസ്സിലാണ്ടാന്ന് വിചാരിക്കുന്നു. അതായത് ലക്ഷ്യമില്ലാതെയാണ് യാത്രയെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എന്തിനാണ് എന്നുള്ള ഒരു ധാരണ ഇല്ലാത്ത ദിവസങ്ങളും സമയങ്ങളും പോകുമെന്നല്ലാതെ അതിന് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വളരെ ബിസിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകും, പക്ഷെ റിസൾട്ട് നോക്കുന്ന സമയത്ത് അത് റിസൾട്ടായിട്ട് കണക്കാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആവുന്നുണ്ടാവില്ല. അതിന്റെ മെയിൻ കാരണം നമ്മൾ എഴുതി വെച്ച, നമ്മുടെ മൈൻഡിൽ നമ്മൾ കുറിച്ചു വെച്ച ഒരു ഗോള് നമുക്കില്ല എന്നുള്ളതാണ്. ഒരു ഗോൾ ഉണ്ടാകുമ്പോഴാണ് അതിലേക്ക് എത്താനുള്ള ആ ഓരോ മൂവ്മെന്റും നമ്മൾ അതിന് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാന്ന് പറയുന്നത്. ഇവിടെ കോയിൻ ഫോർജ് ചെയ്യുന്നത് എന്തിനാണ്? എനിക്ക് കോയിൻ ഫോർജ് കിട്ടിയിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് ചെയിനെ കുറിച്ചൊന്നും ധാരണയില്ലാത്ത നമ്മളെ ചുറ്റുപാട് ഉള്ള ആളുകളെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മളാണ്, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ബ്ലോക്ക് ചെയിൻ എന്നുള്ള വാക്ക് പോലും കേൾക്കാത്ത ആളുകൾക്കിടയിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് അത് കേൾക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ട്. തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് സിസ്റ്റത്തിന്റെ ഭാഗമായി നിന്ന ആളുകൾക്ക് ബ്ലോക്ക് ചെയിൻ എന്താണെന്നും യഥാർത്ഥത്തിൽ ബ്ലോക്ക് ചെയിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ടാവും. ഇതിന്റെ കോഡും കാര്യങ്ങളൊന്നും അറിയണ്ടെങ്കിൽ പോലും ഇതിന്റെ സെക്യൂരിറ്റി ഇൻസെക്യൂരിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വലിയ പണിയൊന്നുമില്ല. അത് ഓരോ ദിവസവും ഓരോ സമയങ്ങളിലും എംപവറിന്റെ സിസ്റ്റത്തിൽ നടക്കുന്ന പ്രോഗ്രാമുകളിൽ കയറി നിൽക്കുകയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനും പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നിലവിൽ എന്തിനാണ് കോയിൻ ഫോർജ് ഏറ്റെടുത്തിരിക്കുന്നത്, എന്ത് ചെയ്താലാണ് എൻ്റെ മുന്നോട്ടുള്ള ആവശ്യങ്ങൾ കവർ ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരാളോട് പറയുമ്പോൾ ഞാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത്. ഇതൊന്നും അറിയാതെ പോകുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ ഭാഗമല്ലാതിരിക്കുമ്പോഴാണ്, സിസ്റ്റവുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതിരിക്കുമ്പോഴാണ്. എംപവറിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്, എംപവർ റെഗുലറായിട്ട് ചെയ്യുന്ന ഈ 7am അതൊരു കാരണമാണ്, അല്ലെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാനുള്ള സാഹചര്യമുണ്ട്. അതല്ലാതെ വർക്ക്ഷോപ്പുകൾ നടക്കുന്നുണ്ട്. വൺ ഡേ വർക്ക്ഷോപ്പിൽ നടക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾ അവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രാവിലെ തൊട്ട് വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റും. ഒരിക്കലും വന്നിരുന്ന ദിവസത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ പ്രസന്റർ പറയുന്നതോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ നമ്മൾക്ക് പരിപൂർണമായും ഓർമ്മയിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മൾ എഴുതി വെച്ചാൽ പോലും അതൊരു പക്ഷെ നമ്മളെ മനസ്സിൽ കയറിക്കൊള്ളുന്നില്ല. പക്ഷെ ഓരോ ദിവസവും അറ്റൻഡ് ചെയ്യുന്ന, ഓരോ ദിവസവും വായിച്ചുകൊണ്ടിരിക്കുന്ന, ഓരോ ദിവസവും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് എന്തെങ്കിലും ചെറുത് കൂടി ചേരുമ്പോഴാണ് മുന്നോട്ടുള്ള യാത്ര നിങ്ങൾക്ക് സുഖകരമായിട്ടുള്ള രീതിയിലേക്ക് അത്
മുന്നോട്ട് പോകാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നത്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവിടെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒന്നും അറിയാതെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നതിന് പകരം ഒട്ടുമിക്ക ആളുകളും കയറി നിൽക്കും, കയറ്റി നിർത്തും. പക്ഷെ സിസ്റ്റത്തിന്റെ ഭാഗമാക്കാനുള്ള കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അയാളും അതിന് വലിയ രീതിയിൽ ഫോക്കസ് കൊടുത്തിട്ടുണ്ടാവില്ല. യഥാർത്ഥത്തിൽ എന്തിനാണ് കോയിൻ ഫോർജ് ചെയ്യുന്നത്, ഞാൻ എന്തിനാണ് എൻ്റെ സമയവും പൈസയും ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്, ഇതിൽ നിൽക്കുന്ന കോയിനുകൾ നേരത്തെ ഏർലി സ്റ്റേജിൽ കിട്ടുന്ന കോയിൻ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്, ഇത് മാത്രം മതിയോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ ഓരോ ഡോളർ സ്പെൻഡ് ചെയ്യുന്ന സമയത്തും അത് ഫോർജ് റേസിലാണെങ്കിൽ $1 സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു ടോക്കൺ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? അത് ഫോർജ് റിവോൾവിലാണെങ്കിൽ 0.5 ടോക്കൺ വെച്ച് കിട്ടുന്നുണ്ട്. എന്നാൽ ഫോർജ് റിവോൾവിൽ നമ്മളൊരാളെ റെഫർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിലൂടെ ഒരാൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമാകുമ്പോൾ, നമ്മളിലൂടെ ഒരാൾ ഈ ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമായിട്ട് അവരും ടോക്കൺ കളക്ട് ചെയ്യുന്ന സാഹചര്യം വരുന്ന സമയത്ത് അവർക്ക് കിട്ടുന്നതിനേക്കാളും, അല്ലെങ്കിൽ നമ്മൾ ബൈ ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ടോക്കനെക്കാളും കൂടുതലാണ് നമ്മൾ ഒരാളിലേക്ക് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോക്കൺ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് 0.5 ടോക്കൺ കിട്ടുമ്പോൾ റിവോൾവിൽ നമ്മൾ ഒരാളോട് റെഫർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളെ റെഫറൽ ഇൻവിറ്റേഷൻ ലോകത്ത് ആരും ഉപയോഗിച്ചാലും അവർ ആക്ടിവേറ്റ് ചെയ്യുന്നതിൽ നിന്നും അവർക്ക് കിട്ടുന്നത് 0.5 ആണെങ്കിൽ സ്പോൺസർ കിട്ടുന്നത് 0.75 എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ടോക്കൺ കളക്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് മറ്റൊരാളിലേക്ക് അത് റെഫർ ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് ഈ ഓപ്പർച്യൂണിറ്റി കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആരെയും ഫോളോ ചെയ്തിട്ട് പിന്നാലെ നടന്ന് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എപ്പോഴും നമുക്ക് ഒരാളോട് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഈ സിസ്റ്റത്തെ കുറിച്ച് കേട്ട് നോക്ക്, പഠിക്കാൻ പറ്റുമോ നോക്ക്, നിനക്ക് ആവശ്യമുള്ളതാണോ നോക്ക്, വേണമെങ്കിൽ ചെയ്തോ. വേണമെങ്കിൽ ചെയ്തോ എന്ന് പറയാൻ പറ്റുന്ന ഒരു വാക്കിലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരാളേക്കും ഈ സിസ്റ്റം എന്താണ് എന്നുള്ളത് കേട്ട് തുടങ്ങാനുള്ള രീതിക്കെങ്കിലും നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. കാരണം പല ആളുകൾക്കും ഒരു 20 മിനിറ്റ് ഓപ്പർച്യൂണിറ്റിന്റെ വലുപ്പമല്ല, ഒരു 20 മിനിറ്റോ 30 മിനിറ്റോ നമ്മളുടെ കൂടെ നമ്മുടെ കയ്യിലുള്ള ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് കേൾക്കാൻ അതിന് കൃത്യമായി സമയം മാറ്റിവെക്കാത്ത ആളുകളാണ് ഒട്ടുമിക്ക ആളുകളും. അവർക്ക് അറിയില്ല ഈ പ്രൊജക്ടിന്റെ വലുപ്പം എന്താണെന്നുള്ളത്. നമുക്ക് തന്നെ ഒരുപക്ഷെ വലിയ ധാരണയിൽ എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, നമ്മൾക്ക് എന്തിനാണ് ഈ സിസ്റ്റം കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഓരോ ആളുകൾക്കും കൊടുക്കുന്ന സമയത്ത് അവർക്കും നമുക്കും ഒരുപോലെ ഒരു സക്സസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, ഇത് എങ്ങനെയാണ് പറയേണ്ടത്, എനിക്ക് പറയാൻ അറിയില്ലെങ്കിൽ ആരെ കൊണ്ടാണ് ഇത് പറയിപ്പിക്കേണ്ടത്, ഞാൻ എന്നാണ് ഒറ്റയ്ക്ക് ഇത് പറയാൻ പഠിക്കേണ്ടത്. ഈ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ടോക്കൺ കളക്ട് ചെയ്യാനുള്ള അതേപോലെ തന്നെയാണ് നമ്മൾ ഒരാളെ റെഫർ ചെയ്യുന്ന സമയത്ത് ആ റെഫറൽ റിവാർഡായിട്ട് നമുക്ക് കിട്ടുന്ന USDT എന്ന് പറയുന്നത്. അത് ഓരോ ആക്ടിവിറ്റി നടക്കുമ്പോഴും നമുക്ക് കിട്ടേണ്ട USDT ആ സെയിം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമ്മുടെ വാലറ്റിൽ, നമ്മുടെ കൺട്രോളിലുള്ള നമ്മുടെ വാലറ്റിലാണ് വരുന്നത്. പല ആളുകളും ചിന്തിക്കാറുണ്ട് വാലറ്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ കൺട്രോളിലായിരിക്കോ, നമുക്ക് ആ വാലറ്റിൽ നിന്ന് അത് പൈസ ആക്കാൻ പറ്റുമോ, അത് ക്യാഷ് ആക്കാൻ ബുദ്ധിമുട്ടല്ലേ. ആകെ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. വാലറ്റ് എന്ന് പറയുന്നത്, ഡിജിറ്റൽ വാലറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ Web3 വാലറ്റ് എന്ന് പറയുന്നത് കാശ് നമ്മുടെ കയ്യിൽ, ഫിസിക്കൽ മണി ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്നത് പോലെയാണ് ഡിജിറ്റൽ അസറ്റ് നമ്മുടെ വാലറ്റിൽ നമ്മൾ സൂക്ഷിക്കുന്നത്. ഇതേ വ്യത്യാസമുള്ളൂ. ബാങ്കിൽ നമ്മൾ കാശ് ഉപയോഗിക്കുന്ന സമയത്ത് റെക്കോർഡിക്കലി നമ്മൾ ഗവൺമെന്റ് മോണിറ്റർ ചെയ്യുന്ന നമ്മുടെ അസറ്റ് ആയിട്ട് അത് ബാങ്കിൽ കിടക്കുന്നത് പോലെ, ഡിജിറ്റലായിട്ട് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളാണ് അക്കൗണ്ടെങ്കിൽ ഗവൺമെന്റ് മോണിറ്റർ ചെയ്യുന്ന നമ്മുടെ അസറ്റുകൾ എക്സ്ചേഞ്ചിൽ ഉണ്ടാകും. അതേപോലെ തന്നെ ക്യാഷ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് പോലെ തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള അസറ്റ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് പോലെ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡിജിറ്റൽ വാലറ്റുകൾ എന്ന് പറയുന്നത്. ഈ വാലറ്റുകൾ മറ്റുള്ള സ്കാമേഴ്സ് ചെയ്തതുപോലെ അവരായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൈവറ്റ് വാലറ്റ് അല്ല, ഡെവലപ്പർ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന, നമ്മളോട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വാലറ്റ് അല്ല. ലോകത്ത് കോടാനുകോടി ആളുകൾ ഉപയോഗിക്കുന്ന Web3 വാലറ്റുകളാണ് ഈ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടോക്കൺ പോക്കറ്റും ട്രസ്റ്റ് വാലറ്റും മെറ്റാമാസ്കും ഒക്കെ തന്നെ. ഇതിൽ ഒട്ടുമിക്ക ആളുകളും ടോക്കൺ പോക്കറ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് ആയിരിക്കും. ചിലപ്പോൾ മെറ്റാമാസ്കിനെ കുറിച്ച് അറിയുന്നവർ അത് ഉപയോഗിക്കും. ഏതായാലും ഏത് Web3 വാലറ്റ് ഉപയോഗിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മാത്രം കൺട്രോളിൽ നിൽക്കുന്ന വാലറ്റാണ് ഈ പ്രോസസ്സിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മളായിട്ട് കണക്ട് ചെയ്തിട്ട് ഏതൊരു പേഴ്സണും, ഏതൊരാളും ഈ പ്രോജക്റ്റിന്റെ ഭാഗത്ത് ലോകത്ത് ഏത് കോർണറിൽ ഇരുന്നിട്ട് ഇതിന്റെ ഭാഗമായാലും അയാൾ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ ആണ് നമുക്ക് റെഫറൽ റിവാർഡായിട്ട് USDT കിട്ടുന്നത്. ഈ USDT എന്ന് പറയുന്നത് നമ്മളുടെ ഓൺ അസറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് ഡയറക്റ്റ് വരുന്നതാണ്. അത് ക്യാഷ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ചിലേക്ക് അയച്ചോ, നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇടയിൽ തന്നെ ആളുകൾക്ക് കൊടുത്തോ, നിങ്ങൾക്ക് ക്യാഷ് ആക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോളറിന്റെ റേറ്റ് അനുസരിച്ചിട്ട് 97-98 രൂപ ആ ദിവസത്തെ വരെ അനുസരിച്ച് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നമ്മൾ പോയിന്റ് ചെയ്യാറ്, ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഏർലി സ്റ്റേജിൽ ഈ ടോക്കൺ കളക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. രണ്ട്, നമ്മുടെ ലൈഫ് ടൈം കോൺടാക്റ്റ് നിന്നും 2 പേരിലേക്ക് ഇത് റെഫർ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ മുതൽ മുടക്കിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇതൊന്നും ആ USDT റെഫറൽ റിവാർഡായിട്ട് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അതെങ്ങനെയാണ് കിട്ടുന്നത്? ഈ സംവിധാനത്തിൽ കയറി നിന്നത് കൊണ്ട് ഭാവിയിൽ വാല്യൂ വരാൻ പോകുന്ന, ഭാവിയിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന, ഇന്ന് മൂല്യമില്ല എന്ന് പറയുന്ന
കോയിൻ ഫോർജിന്റെ ടോക്കൺ കളക്ട് ചെയ്യുന്ന മണ്ടന്മാരായി മാത്രം മാറുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എംപവറിനെ സംബന്ധിച്ചിടത്തോളം എംപവർ കഴിഞ്ഞ ഈ ഒരു 5 വർഷമായിട്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു പ്രൊജക്റ്റും ഈ ഒരു പ്രൊജക്റ്റൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഏർലി സ്റ്റേജിൽ നമുക്ക് ആ പ്രൊജക്റ്റിന്റെ ഭാഗമായി നിൽക്കാൻ പറ്റുകയും ഏർലി സ്റ്റേജിൽ തന്നെ നിന്നുകൊണ്ട് മാക്സിമം ആ പ്രൊജക്റ്റിന്റെ ടോക്കൺ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ആ റെഫറൽ റിവാർഡായിട്ട് നമുക്ക് കിട്ടുന്ന USDT അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഫിക്സഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നതിന് ലിമിറ്റ് ഒന്നും ഇല്ലതാനും. ഒരു ലിമിറ്റും ഇല്ല. ശരിക്കും യഥാർത്ഥത്തിൽ എന്ത് വേണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്തിനാണ് കോയിൻ ഫോർജ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ എത്ര വേണം, എത്രയാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ ആവശ്യം എന്താണ്, നമ്മുടെ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സമയബന്ധിതമായിട്ട് നമുക്ക് എന്താണ് ഇതെന്ന് എടുക്കേണ്ടതെന്നുള്ളത് ഒരു തീരുമാനം, ഉറച്ച ഒരു ഡയറക്ഷനും ഗോളും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങളോട് പറഞ്ഞ ആളുകളുടെ കൂടെ ഇരുന്ന് എനിക്ക് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്ന സമയത്തുള്ളിൽ ഇന്ന രീതിയിലുള്ള അച്ചീവ്മെന്റ് ആണ് എനിക്ക് വേണ്ടത്, ടോക്കൺ അവിടെ നിൽക്കട്ടെ, അതെനിക്ക് മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റും, പക്ഷെ മാക്സിമം റഫൽ റിവാർഡ് ആയിട്ടുള്ള USDT അത് കിട്ടിയാലേ ഉള്ളൂ എൻ്റെ ഇന്ന കാര്യങ്ങൾ നടക്കുക. കാരണം നമ്മൾ പലപ്പോഴും ഫൈനാൻസ് ആണ് ആളുകളുടെ ഒക്കെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഫൈനാൻസ് തന്നെയാണ്, അതിൻ്റെ അപ്പുറത്തേക്കുള്ളതും ഒക്കെ എന്ന് പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ആ ഫൈനാൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഒരാൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതിലൂടെ, അല്ലെങ്കിൽ നമ്മളിലൂടെ ഒരാൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമാകുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിനെ മാക്സിമം ഉപയോഗിക്കേണ്ട രീതി എന്താണെന്നുള്ളതാണ് ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എപ്പോഴും നിങ്ങളെ ഇതിന്റെ ഭാഗമാക്കിയ ആളുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോഗ്രാമുകളിലൊക്കെ നിന്നുകൊണ്ട് തന്നെ ഓപ്പൺ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് എംപവറിന്റെ ഗ്രൂപ്പിൽ നിങ്ങൾ ഉണ്ടോന്ന് ആദ്യം ഉറപ്പുവരുത്തുക. എംപവറിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്, ഓപ്പൺ ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ചർച്ച ചെയ്യുന്ന, എവിടെയും അഡ്മിനുള്ളിലൊന്നും ആരും ആക്കി വെച്ചിട്ടില്ല. കാരണം അതിന്റെ ആവശ്യം സിസ്റ്റത്തിനില്ല. കാരണം ഒന്നും തന്നെ ഹൈഡ് ചെയ്യാനില്ല, എല്ലാം ഓപ്പൺ ആയിട്ടാണ്, എല്ലാവർക്കും ഓപ്പൺ ആണ്. എല്ലാവരും ഒരേപോലെ എന്താ പറയുക, ഇന്ന് വന്ന ആളുകളും 4 വർഷം മുമ്പ് എംപവറിൽ വന്ന ആളുകൾക്കൊക്കെ ഒരേ സംവിധാനമാണുള്ളത്. മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ, വലിയ ഓപ്പർച്യൂണിറ്റി കയ്യിലുണ്ട്, ഒരുപാട് എന്താ പറയുക, വലിയ കമ്മ്യൂണിറ്റിക്കിടയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആവശ്യക്കാരാണ് നമ്മളെ ചുറ്റുപാടുമുള്ളത്. പക്ഷെ അവർക്ക് ആവശ്യത്തിന് ഒതുങ്ങുന്ന അല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു സിസ്റ്റം ആണോ നമ്മൾ അവർക്ക് ഒരു എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതില്ല പാകപ്പിഴവാണോ അവർ വേണ്ടാന്ന് വെക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കാന്ന് മാത്രം. നമ്മൾ എങ്ങനെയാണോ ഈ സംവിധാനത്തിനെ കണ്ടത്, നമ്മൾക്കിത് ഒരു ഉപകാരം എന്ന് തോന്നുന്ന ഒരു സംവിധാനമായി തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെ പ്രയാസങ്ങളെ ഒരു സൊല്യൂഷനായിട്ട് ഈ സംവിധാനത്തെ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തിക്കും അയാൾക്കും ഇത് മനസ്സിലാകുന്ന, അല്ലെങ്കിൽ അയാൾക്ക് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള ബോധ്യത്തോടുകൂടി ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ തുടക്കത്തിലെ തോറ്റു പോകുമ്പോൾ നമ്മൾ നെഗറ്റീവായി പോകും. അങ്ങനെ നെഗറ്റീവ് ആവാതിരിക്കണമെങ്കിലാണ് ഞാൻ പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏതായാലും പലപ്പോഴും പറയാം, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഇതിൻ്റെ അകത്തൊന്നും അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയത് ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സ്ട്രേഞ്ചേഴ്സ് എന്നാണ് എനിക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയത്. എന്ന് പറഞ്ഞാൽ പരിചയമില്ലാത്ത ആളുകളെന്നാണ് എനിക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയത്. കാരണം എന്താണെന്നറിയോ, നമ്മൾ പരിചയമുള്ള ആളുകളോട് എന്ത് പറയുമ്പോൾ അവരുടെ അടുത്ത് നമുക്ക് 100 ചോദ്യങ്ങൾ വരും. നേരെ മറിച്ച് പരിചയമില്ലാത്ത ആളോടാണെങ്കിൽ 100 ബിസിനസ് വരും. ഞാൻ ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്. പരിചയമുള്ള ആളോട് പറഞ്ഞാൽ ഒരു 100 ചോദ്യങ്ങൾ വരും. അത് പരിചയമില്ലാത്ത ആളുകളോടാണ് പറയുന്നതെങ്കിൽ 100 ബിസിനസ് വരും. കാരണം അവർക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഉൾക്കൊള്ളാനെങ്കിലും പറ്റും നമ്മൾ പറയുന്ന കാര്യങ്ങൾ. പക്ഷെ പരിചയമുള്ള ആളുകളാകുമ്പോൾ എന്താണെന്നറിയോ, അവർ നമ്മളെ പഴയകാല ഹിസ്റ്ററിയും, ഇവന് പണ്ട് അങ്ങനെയായിരുന്നു, ഇവൻ പണ്ട് ഇങ്ങനെയായിരുന്നു, ഇവന് കുറെ ഉടായ്പ പെട്ടതാണ്, അല്ലെങ്കിൽ ഇതൊരു പാവാണ്, ഇതിനിവൻ ആരോ പറ്റിച്ചതാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ തോട്ടുകൾ അവർക്ക് നമ്മളെ കുറിച്ച് തോന്നുന്നതിനെ അവരെന്ത് ചെയ്യും, അതിനെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടിച്ചേർത്തിട്ട് അവർ തീരുമാനം എടുക്കും. അല്ലാതെ ഒരിക്കലും ഈ സംവിധാനം ശരിയാണെന്നോ തെറ്റാണെന്നോ മനസ്സിലായിട്ടല്ല എന്ത് ചെയ്യുന്നത്, അവർ തീരുമാനം എടുക്കുന്നത്. അവിടെ ഒട്ടുമിക്ക കേസിലും ഞാൻ പറയുന്നത് അപരിചിതരിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിന്റെ അത്രയൊന്നും പരിചിതരിൽ നിന്നും കിട്ടില്ല. 2-3 കാരണങ്ങളുണ്ട് അതിന്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, നമ്മൾ കാലങ്ങളായിട്ട് കാണുന്ന ആളുകളാണ്, അത് നമ്മളുടെ ഹിസ്റ്ററിയോ എന്തോ ആവട്ടെ. രണ്ടാമത്തത്, ഞാനിപ്പോ ചെയ്തിട്ട് അവനക്ക് എന്തെങ്കിലും കിട്ടണം, അപ്പൊ എന്തിനാ അതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒറ്റയടിക്ക് ചിന്തിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇതിൽ കയറി നിന്നത് കൊണ്ട് അവനക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഉണ്ടാക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവൻ പറയുന്നത് എന്നുള്ളതൊന്നല്ല ചിന്തിക്കുക. അത് എന്താ പറയാ, ഇനിയിപ്പോ ഞാൻ കയറുന്നിട്ട് അവനിപ്പോ രക്ഷപ്പെട്ടു പോകണ്ട, അല്ലെ ഒരുപക്ഷെ എന്താ പറയില്ല, ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് പൊതുവെ അങ്ങനെയാണ്. അത് മിക്ക കേസിലും സംഭവിക്കുന്നത് പരിചിതരിൽ നിന്നാണ്.
എന്നാൽ അപരിചിതരിൽ നിന്നാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞ റിസൾട്ട് ആക്കി മാറ്റാൻ പറ്റും. ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ഒരു 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 കണക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം. ഒരു ആവശ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു സൊല്യൂഷൻ ആയിട്ട് അല്ലെങ്കിൽ അയാൾക്ക് ഒരു ഉപകാരം ഉണ്ട് എന്ന് തോന്നുന്ന ഒരു സംവിധാനത്തിലേക്ക് ആരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ. ഒരു സംവിധാനമാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന ഒരു രീതിയിലേക്ക് അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് ഒരിക്കലും ചാക്കിലാക്കുന്ന പ്രോസസ് ഒന്നും അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ കയ്യിലുള്ള പ്യോർ ആയിട്ടുള്ള ഒരു സംവിധാനത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവർക്ക് കൊടുക്കുന്നത്. ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഫോൺ വിളിച്ചിട്ടൊന്നും ഇതാ എനിക്ക് ഒരു സിസ്റ്റം കിട്ടിക്കുന്നത് കോയിൻ ഫോർജ് എന്നാണ് പേര്, ഇത് ഇങ്ങനെയൊക്കെയാണ് റൺ ചെയ്യുന്നത്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, വേഗം റെഡി ആയിക്കോ, ഇപ്പൊ തന്നെ നമുക്ക് സെറ്റ് ആക്കാന്നൊക്കെ ഇതല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. എന്ത് ചെയ്താലാണ് ഇതിനെ കൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്നത്, എങ്ങനെ ചെയ്യുമ്പോഴാണ് റിസൾട്ട് കിട്ടുന്നത്, ഇതിന്റെ സെക്യൂരിറ്റി എത്രത്തോളം സ്ട്രോങ് ആണ്, എന്തുകൊണ്ടാണ് നിന്ന് പോകാത്ത പ്രോഗ്രാമാണെന്ന് പറയുന്നത് എന്നുള്ളതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പറയേണ്ടത് നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നമുക്ക് നല്ലൊരു റിസൾട്ട് ആക്കി മാറ്റാൻ പറ്റും. ഒരു കാരണവശാലും സ്കാം ആകില്ല എന്ന് ഉറപ്പുണ്ട്. അത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളതൊക്കെ ചെറിയ രീതിയിലെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട്, കാരണം ഇന്ന് വരെ ലോകത്ത് ഒരു ഉപകാരം എന്ന് തോന്നുന്ന കാര്യത്തിനോട് ഒരാളും നോ പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ പറയോ നമുക്ക് ഉപകാരം കിട്ടുന്ന ഒരു സംഭവത്തിനോട് എനിക്ക് വേണ്ടെന്ന് തൊട്ട് നമ്മൾ മാറിപ്പോ, വളരെ റെയർ കേസ് അല്ലേ? അത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിൽ നമ്മൾ നമ്മളെ കയ്യിലുള്ള ഈ ഓപ്പർച്യൂണിറ്റിയുടെ വലിപ്പം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലായിട്ടും ഒരുപക്ഷെ നമുക്ക് അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലെ പാകപ്പിഴവാണ് നമ്മൾ എന്താ പറയുക തുടക്കത്തിലെ നമ്മൾ നെഗറ്റീവായി അല്ലെങ്കിൽ തുടക്കത്തിൽ നമ്മൾ ഈ സംവിധാനത്തിൽ വലിപ്പം മനസ്സിലാക്കി കയറിയത് നമ്മൾ ആരോ എന്തോ പറഞ്ഞതിന്റെ പുറത്ത് അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തന്നെ തുടക്കത്തിലെ അത് ഏതായാലും പെട്ടി ഇനി പോട്ടെ, ഇനി ഞാൻ അറിയാതെ ചെയ്തു പോയ മണ്ടത്രാന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ആളുണ്ട്. അത് ഇഷ്ടംപോലെ ആളുകൾ എംപവറിലുണ്ട്. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ തന്നെ എടുത്ത് പറയുന്നത്. കാരണം അവർ ചെയ്തു വെക്കുന്ന അവർ തുടക്കത്തിലെ അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്ന അശ്രദ്ധാപൂർവ്വം സംഭവിക്കുന്നതാണ്. ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടും ഒരു കഥയും ഇല്ലാത്ത, ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത ഒരാൾ നമ്മളോട് പറഞ്ഞ ഏതോ ഒരു വാക്കിന്റെ പുറത്ത് നമ്മൾ നെഗറ്റീവ് ആകുക എന്ന് പറയുന്നത്. ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മളോട് ഒരാൾ നെഗറ്റീവായിട്ട് ഇതിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് എന്ത് ധാരണയുണ്ട്? അയാൾക്ക് ബ്ലോക്ക് ചെയിനെ കുറിച്ച് അറിയോ? അയാൾക്ക് ഡീസെൻട്രലൈസ്ഡ് എന്താണെന്നറിയോ? അയാൾക്ക് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് ധാരണയുണ്ടോ? അയാൾ ഇതിൽ വല്ലതും PhD എടുത്ത ആളാണോ? അങ്ങനെയാണെങ്കിൽ അയാൾ പറയുന്നതിന് നമുക്ക് കേൾക്കാം, അല്ലെങ്കിൽ അയാൾ തരുന്ന ഉപദേശത്തെ നമുക്ക് അടിമുടി വിഴുങ്ങിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പകുതിയെങ്കിലും നമുക്കൊരു ശരിയാണ്, എനിക്ക് ഏതായാലും അബദ്ധം പറ്റി, ഇയാൾ ഇതിനെ കുറിച്ച് അറിയുന്ന ഒരാളാണ്, അറിഞ്ഞതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കറക്റ്റ് ഗൈഡൻസ് തരുന്നെന്ന് ചിന്തിക്കാം. അല്ലാത്ത കേസിൽ നമ്മൾ എന്ത് അർത്ഥത്തിലാണ് അല്ലെങ്കിൽ എന്താ പറയാ ഒരു മറുപടി പറയുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോഴേക്ക് തന്നെ അയ്യോ അത് സ്കാം ആണ്, അത് അറിയില്ലേ, അത് ക്രിപ്റ്റോ എന്ന് പറഞ്ഞാലേ സ്കാമാന്ന് പറയുമ്പോഴേക്കും അയ്യോ ക്രിപ്റ്റോ സ്കാം ആയിരുന്നോ, ഞാൻ അറിഞ്ഞില്ല, ഞാൻ എന്നാ പെട്ടുപോയി എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിന്നാൽ സംഭവിക്കുന്ന കാര്യം എന്താണ് എന്ന് പറഞ്ഞാൽ, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ഒരു കഥയും ഇല്ലാത്ത, ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത ഒരാൾ പറഞ്ഞ ഒറ്റ വാക്കിന്റെ പുറത്ത് നമ്മൾ നിന്ന് മാറി നിന്നു. ആർക്കാ നഷ്ടം? ഈ ടോക്കൺ നാളെ ഫ്യൂച്ചറിൽ ഇത് ലിസ്റ്റ് ചെയ്യുമ്പോഴും ഈ സമയങ്ങളിലൊക്കെ നമ്മളെ ചുറ്റുപാടുമുള്ള ആളുകൾ ആരൊക്കെ കൂടെ ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അവരൊക്കെ ആ റെഫറൽ റിവാർഡ് കളക്ട് ചെയ്യുമ്പോഴൊക്കെ അതിനെക്കാട്ടി മുമ്പ് കിട്ടിയ നമ്മൾ ആരോ പറഞ്ഞതിന്റെ പുറത്ത് മണ്ടനായിട്ട് മാറി നിന്നിട്ടുണ്ടാവും. അപ്പൊ അത് ഒരിക്കലും സംഭവിക്കരുത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് അതിന്റെ മിസ്റ്റേക്ക് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൽ പല ആളുകൾക്കും തുടക്കത്തിലെ എന്തില്ല, ഒരാളോട് പറയുമ്പോൾ തന്നെ അതിന്റെ ഭാഗമായി നിന്നിട്ട് നിങ്ങളെ കൂടെ കയറുന്ന ആൾക്കാരൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരുപാട് ആളുകളോട് പറഞ്ഞപ്പോഴായിരിക്കാം ഇതിന്റെ തുടക്കത്തിൽ ഒരാളെങ്കിലും കൂടെ നിന്നിട്ടുണ്ടാവുക. പക്ഷെ എത്ര കണ്ട് നോ പറഞ്ഞാലും, ആര് നോ പറഞ്ഞാലും, ഏതെങ്കിലും ഒരാള് യെസ് പറഞ്ഞാലും അത് മുന്നോട്ടുള്ള ജേണി അത് തുടങ്ങുന്നത് വരെ നമ്മളത് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് അങ്ങനെ ചെയ്യേണ്ട മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മളെ കയ്യിൽ കിട്ടിയ ഈ പ്രോജക്റ്റ് അത് സ്ട്രോങ് ആണ്, അത് നിന്നു പോകില്ല, എംപവർ ഫാമിലിയുടെ കൂടെയാണ് നിങ്ങളുള്ളത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. പല ആളുകളും ചെയ്യുന്ന മറ്റൊരു മണ്ടത്തരം കൂടി ഞാൻ പറയാം. ഗോൾഡ് കാര്യം ഞാൻ പറഞ്ഞു. പല ആളുകളും ഫോക്കസ് കൊടുക്കാത്തതിന്റെ കാരണം ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ടാണ്. നമ്മൾ പല രീതിയിലും ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ എന്താ പറയാ കെയർലെസ് ആയിട്ട് നമ്മുടെ ക്വാളിറ്റി സമയം കളയുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താലാണ് റിസൾട്ട് ആക്കി മാറ്റാൻ പറ്റുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ എന്തിനാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നുള്ളത് ഓരോ ദിവസവും നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല എങ്കിൽ ഇന്നലത്തെ പോലെ ഇന്നും ഇന്നത്തെ പോലെ നാളെയും പോകുന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മൾ എന്തിനാണ് ഇതിലേക്ക് കയറുന്നിരിക്കുന്നത്? കഴിഞ്ഞ നാളുകളിൽ ജീവിച്ചതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് കിട്ടിയ അവസരത്തെ പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്തി മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് നമുക്ക് മാറാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അങ്ങനെ ആകുമ്പം നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ജീവിച്ച രീതിയോ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മളെ സമയം സ്പെൻഡ് ചെയ്ത രീതിയിൽ നിന്നൊക്കെ നമ്മൾ മാറണം.
അതിൽ ഈ സോഷ്യൽ മീഡിയ ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് ആണ് ആക്ച്വലി. നമ്മളെ വഴിതെറ്റിക്കുന്ന ഒരു സാധനമാണ്. സോഷ്യൽ മീഡിയ ദോഷമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ സോഷ്യൽ മീഡിയയിലുള്ള ഭ്രമം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമുക്കൊരാള് ഒരു എന്താ പറയുക ഇൻസ്റ്റാഗ്രാം ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലിങ്ക് തുറന്നിട്ട് അതിന്റെ കാര്യങ്ങൾ പഠിക്കുക എന്ന് മാത്രമല്ലല്ലോ നമ്മൾ ചെയ്യുക. അതിനുശേഷം അതിന്റെ വെറുതെ സ്ക്രോൾ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ കാണിച്ചു വെച്ചതിന്റെ കുറെ സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ നല്ല ക്വാളിറ്റി സമയം കൊണ്ട് പോയി കിട്ടി. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ സമയവും അത് നിങ്ങൾ ആ സ്പെൻഡ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഗുണം ഉണ്ടാക്കുന്നതാണോ അല്ലയോ, ഇത് മാത്രം ആലോചിച്ചാൽ മതി. അതേപോലെ തന്നെയാണ് നമ്മുടെ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യും, എന്നിട്ട് കുറെ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളോട് തന്നെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകും. ഏതായാലും നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളുടെ ഇടയിലുള്ള ഒരു ആകെ തുക തന്നെ ആയിരിക്കും നമ്മളെന്ന് പറയുന്നത്. ഈ ചന്ദനം ചായ ചന്ദനം മണക്കും എന്ന് പറഞ്ഞിട്ടില്ലേ, ഒരു ഗോളും ഒരു പ്ലാനും ഒരു ആഗ്രഹവും ഇല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ കടത്തണ്ണയിൽ ഇരുന്ന് കഥയും പറഞ്ഞു പോകുന്ന ഒരാളെ കൂടെ നമ്മളും പോയിരുന്ന എന്താ സംഭവിക്കുന്നത്? അയാളെ പോലെ നമ്മളും ആവും. അല്ല നമ്മള് ഇതല്ല എന്റെ റൂട്ട്, ഇതല്ല എന്റെ സമയം, എന്റെ സമയം എനിക്ക് റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറലാണ് എന്റെ ആവശ്യം എന്ന് മനസ്സിലാക്കി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അന്ന് വരെ പോയ രീതിയും അന്ന് വരെ സമയം സ്പെൻഡ് ചെയ്ത രീതിയും എന്നൊക്കെ മാറിയിട്ട് ആ ഒരു കംഫർട്ടിൽ നിന്ന് മാറി ഈ രാവിലെ വീട്ടിൽ നിന്ന് എണീറ്റ് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിക്കൊക്കെ പോയി തിരിച്ചു വന്ന് വൈകുന്നേരം ആകുമ്പോൾ ചായം കുടിച്ച് വൈകുന്നേരം മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബസാറിൽ പോയിരുന്ന് വെറുതെ നടക്കുന്ന കുറെ ആൾക്കാരുടെ കഥയും പറഞ്ഞിരുന്ന് യഥാർത്ഥത്തിൽ എവിടെയാണ് നമ്മൾ സമയം സ്പെൻഡ്, ഇവരുടെ ഒന്നും നമ്മൾ ഇടപഴകണ്ടെന്ന്, ഇവിടെ ഒന്നും സൗഹൃദം നിലനിർത്തേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷെ ഈ സൗഹൃദങ്ങൾക്ക് ഇടയിൽ നിന്ന് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല സമയങ്ങളുണ്ട്. നമുക്ക് നഷ്ടപ്പെടുന്ന ഒരുപാട് ക്വാളിറ്റി സമയങ്ങളുണ്ട്. നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിക്കൊണ്ട് അത് റിസൾട്ട് ആക്കി മാറ്റാനുള്ള ഏത് രീതിയാണ് നമ്മൾ മാറേണ്ടത്. നമ്മൾ എന്ന് പറയുന്ന ആളിൽ നിന്നും നിർബന്ധമായിട്ടും ഒരു മാറ്റം ഉണ്ടാവണം. മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ ഇന്നലകളിൽ നമ്മൾ എന്തായിരുന്നു അത് തന്നെയാണ് ഇന്നത്തെ നമ്മളും. ഇന്നലെ നമ്മൾ എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ നമ്മൾ ഇന്നും ഉണ്ടാവുക, ഇതുപോലെ തന്നെയാണ് നാളെ ഉണ്ടാവുക. നമ്മൾ മാറ്റം തുടങ്ങേണ്ടത് നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നോ അതല്ലാത്തൊരു രീതിയിലേക്ക് നമ്മൾ മാറണം. നമ്മളെ സൗഹൃദങ്ങളിൽ തട്ടി മാറ്റണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ സൗഹൃദങ്ങളിൽ നമ്മൾ കൊടുക്കേണ്ട സമയം, ഗോളില്ലാത്ത ആളുകളുടെ കൂടെ സമയം കളയുന്ന പരിപാടി, അത് നേരത്തെ പറഞ്ഞതുപോലെ ചന്ദനം ചാരിയ ചന്ദനം മണക്കും എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളെ ഒരാളുടെ കൂടെ നടക്കുമ്പം അയാളുടെ നടത്തത്തിന്റെ വേഗത പോലും നമ്മളെ സ്വാധീനിക്കാറില്ലേ? ആലോചിച്ചിട്ടുണ്ടോ? ഒരു രണ്ടുപേര് നടന്നു പോകുന്ന സമയത്ത് സ്പീഡിൽ നടന്നു പോകുന്ന ആളുടെ കൂടെ ആയിരിക്കും സ്ലോയിൽ നടക്കുന്ന ആൾ ടൈം അറ്റാച്ച് ആവുന്നത് അല്ലേ? അല്ലെങ്കിൽ സ്ലോയിൽ പോകുന്ന ആളെ കൂടെ സ്പീഡ് പോകുന്ന ആൾ സ്പീഡ് കുറച്ചിട്ട് അയാളുടെ കൂടെ അറ്റാച്ച്ഡ് ആവും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ മറ്റാൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ആവും എന്നർത്ഥം. അതാണ് പറയുന്നത് നമ്മുടെ കൂടെ നടക്കുന്ന ഒരാളുടെ വേഗത പോലും നമ്മളെ സ്വാധീനിക്കുന്നു പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ആരുടെ കൂടെയാണോ ഇടപഴകുന്നത്, ഏത് ടൈപ്പ് ഓഫ് ആളുകളുടെ കൂടെയാണോ നമ്മുടെ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ ആകെ തുകയായിരിക്കും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മളെന്ന് പറയുന്നത്. അയാളുള്ള ഹാബിറ്റുകളാണ് നമ്മൾ എഫക്ട് ചെയ്യാന്ന് പറയുന്നത്. നമുക്ക് ഗുണം കിട്ടാത്ത, നമുക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ മാറി നിന്നിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ എന്താണ് വേണ്ടത്, എൻ്റെ ഓരോ ദിവസവും അത് ആ അഗ്രസീവ്നെസ് മനസ്സിൽ വേണം. ഇതായത് എനിക്ക് എൻ്റെ സമയം എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് ഡീസെൻട്രലൈസ്ഡ് അല്ലേ, സമയമുണ്ടല്ലോ, നിന്നു പോകില്ലല്ലോ, ഇത് എപ്പോഴും ചെയ്യാലോ. എന്താ ഈ എപ്പോഴും ചെയ്യാലോ എന്ന് പറയുന്നതിന്റെ അർത്ഥം? ആരാ നമുക്ക് സമയം നിശ്ചയിച്ചിരിക്കുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ ഏജ് ആണോ നമുക്ക് തോന്നുന്നത് എനിക്കും സമയമുണ്ട്, എൻ്റെ മുടി നരച്ചിട്ടില്ല, എനിക്ക് സമയം? ആരാ പറഞ്ഞത്? നമ്മൾക്ക് കിട്ടിയ അവസരത്തെ, കിട്ടിയ സമയം ബന്ധിതമായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ദൈവം എവിടെയും വരെ ആർക്ക് സമയം തന്നു നമുക്ക് ഒട്ടും അറിയില്ല. അതുകൊണ്ട് തന്നെ കിട്ടിയ സമയത്തെ അത് കൃത്യമായ ആരോഗ്യമുള്ള സമയത്ത് തന്നെ അത് പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആളുകൾക്കും സംഭവിക്കുന്ന കാര്യം, രണ്ടുപേരിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്ത് തിരിച്ചു കിട്ടുന്നുണ്ട്. എനിക്ക് കുറെ ടോക്കൺ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ കിട്ടിയ പൈസ എടുത്തിട്ട് ഒന്നെങ്കിൽ ഇത് ചെയ്യാൻ തുടങ്ങിയ സമയത്തേക്കുള്ള പൈസയിലേക്ക് തിരിച്ചു വെക്കുകയോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു 5-6 ആളുകൾക്ക് കൊടുത്ത സമയത്ത് അത്യാവശ്യം വേണ്ട കടങ്ങളൊക്കെ ചിലപ്പം എമർജൻസി കടങ്ങളൊക്കെ വീടിയ സമയത്ത് കംഫർട്ടായി, ഇനി പ്രശ്നമൊന്നുമില്ല, ഇനിയിപ്പോൾ ഞാൻ ഓക്കെയാണ്, എനിക്ക് എമർജൻസി പൈസയുടെ ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എന്താ പറയാ, ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ റീഡയറക്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുന്നതിന് പകരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ന് പറഞ്ഞ വ്യക്തിയിൽ നമുക്ക് കിട്ടേണ്ട, അല്ലെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞ വ്യക്തി നമുക്കൊരു ട്രാൻസ്ഫോം ആവണം, അല്ലെങ്കിൽ നമ്മളൊരു മാറ്റം വരണമെങ്കിൽ ഇതിന്റെ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഉള്ള പ്രോഗ്രാമുകളും ഈ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അതിന് നിങ്ങൾക്ക് ഒരുപക്ഷെ അതിനു വേണ്ടി ചെലവ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇപ്പോൾ RTP നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും 6000 5500 നമ്മൾ ചെലവാക്കുന്നുണ്ടെങ്കിൽ ആ 2 ദിവസം നിങ്ങളുടെ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടേണ്ട എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാറ്റം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു
ഇതൊന്നും ഒരിക്കലും ഒരു മൈൻഡ് ബ്ലോ ചെയ്തിട്ട് എന്തെല്ലോ എന്താ പറയാ ഒരു എന്താ പറയാ നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ആ രീതിയല്ല യഥാർത്ഥത്തിൽ. ഇതിന്റെ വലുപ്പവും ഇതിന്റെ എന്താ പറയാ സ്ട്രെങ്ത്തും സെക്യൂരിറ്റി ഒക്കെ തന്നെയാണ് നിങ്ങൾ പതുക്കെ പതുക്കെ പഠിക്കാൻ പറ്റുന്നത്. പല ആളുകളും വരുമാനം ഉണ്ടായാൽ പോലും പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് ഒരുപക്ഷെ വളരെ ഒരു അലസതയോടെ കാണാറുണ്ട്. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഈ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഈ സിസ്റ്റം കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ എല്ലാ ക്വാളിറ്റി ഉള്ള ആളായിരിക്കും. എല്ലാം പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരാളുടെ സപ്പോർട്ട് അങ്ങനത്തെ ആളുകൾ മേ ബി ആയിരിക്കാം. പക്ഷെ വളരെ റെയർ ആണ് അങ്ങനത്തെ ആളുകൾ എന്ന് പറയുന്നത്. അല്ലാത്ത ആളുകൾക്ക് എന്താ വേണ്ടത്? സിസ്റ്റം മനസ്സിലാക്കാൻ പറ്റണം. ഇതിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റണം. നമ്മളെന്ന് പറയുന്ന വ്യക്തിയിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റണം. നമ്മൾ ഈ RTPകളും LTPകളും അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്. നമ്മൾ എത്ര കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ എന്തെങ്കിലും സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും എംപവറിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ലാഭം കിട്ടുന്ന ഒരു പ്രോസസ് അല്ല. അവിടെ തീർച്ചയായിട്ടും അവിടെ എന്താണോ ഒരാൾക്ക് വേണ്ടി ഒരു ചെലവ് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവാക്കേണ്ട സംഭവത്തെ ഒരുമിച്ച് കൂട്ടമായിട്ട് അതൊരു ബൾക്കായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പാക്കേജ് ആണ് ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് അവർ പേ ചെയ്യുന്നത്. അങ്ങനെ പേ ചെയ്യാൻ പോലും അലസത കാണിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളിൽ ഉള്ള ഡ്രസ്സിൽ പോലും നമ്മൾ ഒരു മാറ്റം വരുത്താതെ ആ പഴയ രൂപത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ കോടിക്കണക്കിന്റെ കഥയും പറയും. നമ്മളെ കണ്ടാൽ തന്നെ ഒരാൾ പറയും ഇവൻ അന്ന് കാണുമ്പോൾ ഇന്ന് കാണുമ്പോൾ അങ്ങനെ തന്നെ ഇതെന്ത് മാറ്റം വരുന്നത് ഈ പറയുന്ന കോടിക്കണക്കിന്റെ കഥ മാത്രമേ ഉള്ളൂ. ഞാൻ പറയും ഒന്നും അല്ലെങ്കിലും നമ്മൾ എന്ന് പറഞ്ഞ വ്യക്തിയിൽ ഉണ്ടാകേണ്ട ഒരു പേഴ്സണാലിറ്റിയിൽ ഉള്ള ഒരു മാറ്റമുണ്ട്. സംസാരിക്കുമ്പം നമ്മൾ ഒരാളോട് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മാറ്റം ഇതൊക്കെ കിട്ടുന്നത് ഒരിക്കലും കോയിൻ ഫോർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല. നമ്മൾ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയിൽ നിന്ന് വ്യക്തിത്വത്തിൽ നിന്ന് പല മാറ്റങ്ങളും നമുക്ക് വരുത്താനും ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. അതൊരു ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം ആണെങ്കിലും RTP ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമുക്ക് ആകെ എംപവറിന് ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതുപോലുള്ള സിസ്റ്റം മാക്സിമം പഠിപ്പിച്ചു തരാനും ഇതിന്റെ ഓരോ പ്രോഗ്രാമുകളിലൂടെയും നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തിയിൽ മാക്സിമം നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്ന് നല്ല റിസൾട്ടിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യങ്ങളെ വഴികാട്ടി തരാന്നുള്ളതാണ് നമുക്ക് പറ്റുന്നത്. അത് എംപവർ തുടക്കം മുതൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ആളുകൾ വരുന്ന സമയത്തും അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ആളുകളുടെ എണ്ണം നിറയ്ക്കുക എന്നുള്ളതല്ല. ഒരു സീറ്റ് ഒരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ആ വ്യക്തി പതുക്കെ പതുക്കെ ഒരു ഒറ്റക്ക് കാര്യങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കിയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ആ വ്യക്തി മാറും. അത് മാറാനുള്ള സാഹചര്യങ്ങളാണ് ഇതുപോലുള്ള പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോ മറ്റന്നാൾ നമ്മുടെ ഇഫ്താർ പ്രോഗ്രാം ഉണ്ട്. എനിക്കറിയില്ല നിങ്ങൾക്കൊക്കെ അതിന്റെ ഇൻവിറ്റേഷൻ ഓപ്പൺ ആയിട്ട് ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ മെയിൻ ലീഡറുമായിട്ട് സംസാരിച്ചിട്ട് വരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ, സീറ്റ് അവൈലബിൾ ആണോ എന്നുള്ളത് അന്വേഷിക്കുക. അവിടെ ഇഫ്താർ എന്നല്ല, അതിലെല്ലാത്തിലും ഉപരി കോയിൻ4ജ് എംപവർ ഏറ്റെടുത്തിട്ട് ഒരു വർഷമാകുന്നതാണ്, അല്ലെങ്കിൽ കോയിൻ4ജ് ലോഞ്ച് ചെയ്തിട്ട് ഒരു വർഷമാവാൻ പോവാണ്. 10-ാം തീയതി മാർച്ച് എന്ന് പറയുന്നത് കോയിൻ4ജ് ലോഞ്ച് ചെയ്തിട്ട് ഒരു വർഷമാകുന്ന ദിവസമാണ്. അതേ ദിവസം തന്നെയാണ് നമ്മൾ ഭാഗ്യവശാൽ നമ്മുടെ ഇഫ്താർ ഗ്യാതറിംഗും നമ്മൾ ഷെഡ്യൂൾ കിട്ടിയിരിക്കുന്നത്. അത് കോഴിക്കോട് പാരമൗണ്ട് ടവറിൽ വെച്ചിട്ടാണ്. അവിടെ നമ്മൾ ഉച്ചക്ക് 2 മണി മുതൽ 6 മണി വരെ ആ ഒരു ഹാഫ് ഡേ ഇരിക്കുമ്പോൾ അവിടെ നമുക്കിടയിൽ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ അച്ചീവ് ചെയ്ത ആളുകൾ, റിസൾട്ട് ഉണ്ടാക്കിയ ആളുകളുടെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിലൊരു മാറ്റം വരുത്താൻ ഇതൊക്കെ ഒരു സപ്പോർട്ടാണ്. അതിലെല്ലാത്ത ഉപരി ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു എംപവർ ഫാമിലിയാണ്. സോ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക, നമ്മളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുക, ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഗോൾ ഇല്ലാതെ മുന്നോട്ട് പോകാതിരിക്കരുത്. ഗോളോട് കൂട്ടി തന്നെ മുന്നോട്ട് പോകുക. അത് എഴുതി വെച്ച ഗോൾ അത് അച്ചീവ് ചെയ്യണം എന്നുള്ള മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പോവുക. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നതാണ്. ഇന്നൊരു സംഭവം ഇന്ന ഡേറ്റിൽ ഇന്ന രീതിക്ക് അത് എനിക്ക് കിട്ടിയേ പറ്റൂ, ഞാൻ അത് അടിച്ചിരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് റിസൾട്ടാണ്. അത് റിസൾട്ടാവും. അതൊരു തുടക്കമായി. അത് എത്ര വലുതാണെങ്കിൽ പോലും അതിന് നമ്മൾ കൊടുക്കുന്ന അർജം അല്ലെങ്കിൽ അതിൽ കൊടുക്കുന്ന നമ്മുടെ ഒരു എനർജി ഉണ്ട്. ആ എനർജി നമ്മൾ കൊടുക്കണമെങ്കിൽ നമ്മൾ എഴുതി വെച്ച് നമ്മുടെ മനസ്സിൽ എഴുതി കുറിച്ച് വെച്ചൊരു സാധനം നമ്മൾ അടിച്ചെടുക്കും, അല്ലെങ്കിൽ എനിക്ക് അതൊരു റിസൾട്ടാക്കി മാറ്റും എന്നുള്ള ഒരു സ്ട്രോങ് തീരുമാനം ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ പകുതിയായി ആക്ച്വലി. ബാക്കി പകുതിയാണ് നമ്മൾ എഫേർട്ടിൽ വേണ്ടത്. സ്ട്രാറ്റജി സിസ്റ്റം തരും. സ്ട്രാറ്റജി എംപവർ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ, നിങ്ങൾക്ക് എന്ത് റിസൾട്ടാണോ വേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള എന്ത് സ്ട്രാറ്റജിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, അത് എംപവർ തരാൻ പറ്റും. അല്ലെങ്കിൽ ലീഡേഴ്സ് നിങ്ങൾക്ക് തരാൻ പറ്റും. നിങ്ങളെ മൈൻഡ് ഇതുപോലുള്ള പ്രോഗ്രാമുകൾ വരുന്ന സമയത്ത് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. പക്ഷേ ഇതൊക്കെ കിട്ടിയാലും നമ്മൾ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. അതാണ് സ്പീഡ് ഓഫ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. അതായത് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് മൈൻഡ് സെറ്റ് മാത്രം പോരാ, അത് ചെയ്യാനുള്ള സ്ട്രാറ്റജി മാത്രം പോരാ, നമ്മൾ അതിന് കൊടുക്കേണ്ട ഒരു സ്പീഡ് ഉണ്ട്, സ്പീഡ് ഓഫ് ഇംപ്ലിമെന്റേഷൻ. ആ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എത്താനുള്ള നമ്മളെ സ്പീഡ്, നമ്മളത് അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ കാര്യം ചെയ്തു തീർക്കാനുള്ള നമ്മുടെ ശ്രമം, അതാണ് ഞാൻ പറഞ്ഞത്. സമയബന്ധിതമായിട്ട് തന്നെ പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്താൻ പറഞ്ഞതിന്റെ കാരണം അതാണ്. ആ സമയം ക്വാളിറ്റി ആയിട്ട് തന്നെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആക്കി മാറ്റാൻ പറ്റും.
അതിനെല്ലാവർക്കും പറ്റും. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്താണ്, ഒരിക്കലും സ്ലിപ്പായി പോകരുത്. കാരണം ഓപ്പർച്യൂണിറ്റി കിട്ടിയ നിങ്ങൾക്കും എനിക്കും കിട്ടിയത് ഒരേ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരുപക്ഷെ ഞാനോ നിങ്ങളോ നേരത്തെ കുറച്ച് ദിവസം മുന്നേ വന്നു, അല്ലെങ്കിൽ ഇന്നലെ വന്നു, നാളെ വരാൻ പോകുന്നത്, എല്ലാവരുടെ കയ്യിലും കിട്ടിയിരിക്കുന്ന ഒരേ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരേ വലിപ്പമുള്ള സാധനമാണ്. റിസൾട്ട് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റെപ്പ് മുന്നോട്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ആരെങ്കിലും പറഞ്ഞതിന്റെ പുറത്ത് അത് നെഗറ്റീവായി പോകുന്നതാണെങ്കിൽ അയാൾ ഒരു കാലത്തും നിങ്ങളുടെ ഒരു ആവശ്യത്തിന് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന ആളായിട്ടല്ല ഉണ്ടാവുക. അയാൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു ഐശ്വര്യത്തെ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിയെ അയാൾ കാരണം നിങ്ങൾ പുറംകാലോട്ട് തട്ടി എന്നതിന്റെ അപ്പുറത്തേക്ക് അതൊന്നും ആവാനും പോകുന്നില്ല. നാളെ ഇത് മുന്നോട്ട് പോകുമ്പോൾ സമയം പോയി, അയാൾ അത് പറഞ്ഞതിന്റെ പുറത്ത് ഞാൻ 2 ദിവസം മാറി നിന്നു, അല്ലെങ്കിൽ ഞാൻ 1 മാസം മാറി നിന്നു, ആർക്ക് പോയി? നിങ്ങൾക്ക് പോയി. അയാൾക്ക് പോയോ? അവൻ പറഞ്ഞിട്ട് അയാളെ പണിക്ക് പോയി. ഇതല്ലേ യഥാർത്ഥം സംഭവിക്കുന്നത്. സോ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്, മാക്സിമം ഇതൊന്നും എന്താണ് എനിക്ക് വേണ്ടത്, എന്ത് ഫോക്കസാണ് ഞാൻ കൊടുക്കേണ്ടത്, ഏത് രീതിയിലാണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ള ഉത്തമ ബോധ്യത്തോട് കൂടിയിട്ട് റിസൾട്ട് ആക്കി എടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു സോ മച്ച്.